Lok Sabha, we are fighting a political ideology. ലോക്സഭയിൽ ഞങ്ങൾ പോരാടുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ്. We are talking about feelings, emotion, affection, love. They talk about hatred, anger, division, violence. ഞങ്ങളിവിടെ സ്നേഹത്തെക്കുറിച്ച്, വികാരങ്ങളെക്കുറിച്ച്, തോന്നലുകളെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയാണോ എതിർക്കുന്നത് അവര് വിദ്വേഷത്തെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. We talk about listening to people, we talk about humility. They behave arrogantly. ഞങ്ങൾ ജനങ്ങളെ ശ്രവിക്കുന്നതിനെ കുറിച്ച്, ജനങ്ങളെ കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നു, വിനയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ അവർ ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. And so at a higher level, that is the fight taking place. ഈ പോരാട്ടം നടക്കുന്നത് ഒരു ഉയർന്ന തലത്തിലാണ്. It's an ideological fight, it's a fight to protect the constitution. ഇതെന്ന് പറയുന്നത് ആശയപരമായ ഒരു പോരാട്ടമാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ കൂടിയുള്ള ഒരു പോരാട്ടമാണിത്. Constitution says all people should be treated equally. നമ്മുടെ ഭരണഘടന പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും തുല്യരായി കണക്കാക്കണമെന്നാണ്. Prime Minister Modi says Adani is going to be treated differently than every other Indian. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ മറ്റെല്ലാ ഇന്ത്യക്കാരെക്കാളും പ്രത്യേകതയോടുകൂടി അദാനിയെ പരിഗണിക്കണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. Prime Minister Modi says doesn't matter if Adani has been indicted in the United States, has been called a criminal in the United States. In India, we will not indict him. അതായത് നരേന്ദ്രമോദി പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അദാനിയെ കുറ്റാരോപിതനാക്കി അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് പറയുന്നു, പക്ഷെ ഇന്ത്യയിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തെ ആക്രമിക്കില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. The Indian Constitution says treat all people in India, all regions in India, all states in India fairly. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യതയോടുകൂടി പരിഗണിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. Prime Minister of India says regardless of what tragedy Wayanad has faced, I will not give them the support that is their due. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? വയനാട്ടിൽ എന്തു ദുരന്തം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ അവർക്ക് അവർ അർഹതപ്പെടുന്നത് ഞാൻ നൽകില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത്. So this is the atmosphere in which we are operating. ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഒരു അന്തരീക്ഷമാണ്. And in a sense it is the feelings that you have and millions of other people have that give us confidence, that protect us. ഈ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് നിങ്ങളുടെ തോന്നലാണ്. അതുപോലെ നിങ്ങളെ പോലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തോന്നലാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും സംരക്ഷണവും നൽകുന്നത്. It's quite interesting. They have the entire government at their disposal. അതായത് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ മുഴുവൻ ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. They have the media at their disposal. മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുണ്ട്. Money. അതുപോലെ സമ്പത്തുണ്ട്. Intelligence agencies. അതുപോലെ ഈ രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. CBI, ED, income tax. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്. Unlimited money. അതുപോലെ തന്നെ കണക്കില്ലാത്ത അളവില്ലാത്ത സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. And we don't have any of that. We just have the feeling of the people. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, ഹൃദയം, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. And it is surprising that the feeling of the people wins every single time. Pardon? It is surprising to me even that the feelings of the people win every single time. എന്നെക്ക് പോലും അതിശയിപ്പിക്കുന്നതാണ്. എന്നെ പോലെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ എപ്പോഴും ജയിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് എന്നുള്ളതാണ് എന്നെ പോലും അതിശയിപ്പിക്കുന്നത്. And I am confident that we will defeat the ideology of the BJP. എനിക്ക് ആത്മവിശ്വാസം